ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു ഞായറാഴ്ച കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ കേൾക്കുവാനും ഒരുമിച്ച് കൂടുവാൻ ദൈവം നമുക്ക് നൽകിയ വലിയ കൃപയോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. അനേകം ആളുകൾ ഓരോ ഞായറാഴ്ചകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും തിരിച്ചറിയാനും ദൈവവചനം കേൾക്കുവാനും പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കടന്നു വരുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാം ഹൃദയങ്ങളിൽ സർവ്വസാധാരണമായിട്ട് ഉണ്ടാകുന്ന കുറെ വലിയ വലിയ സംശയങ്ങളുണ്ട്. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ നേരിടുന്ന, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നേരിടുന്ന ഒത്തിരിയേറെ പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾ താങ്ങാൻ പറ്റാതെ, ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള കരുത്തില്ലാതെ മനസ്സ് മുറിഞ്ഞും മനസ്സ് തകർന്നും ആണ് പലരും കടന്നു വരുന്നത്. അതോടൊപ്പം എത്ര നന്നായിട്ട് ജീവിച്ചിട്ടും ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന മറ്റു കുറെ ആളുകൾ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്കറിയാവുന്ന, ജനിച്ചു വളർന്ന ജീവിത സാഹചര്യങ്ങളിൽ പഠിച്ച എല്ലാ ആധ്യാത്മിക പരിശീലനങ്ങളും പയറ്റി നോക്കി, നോയമ്പെടുത്ത് നോക്കി, ഉപവാസം എടുത്ത് നോക്കി, നോയമ്പെടുത്ത് നോക്കി, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി നോക്കി, അത്യാവശ്യം 1-2 ധ്യാനങ്ങളൊക്കെ കൂടി നോക്കി, എന്നിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമൊന്നും കണ്ടെത്താൻ സാധിക്കാത്ത കുറെ ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റു ചിലരാകട്ടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നപ്പോൾ പോകാവുന്നിടത്തൊക്കെ പോയി നോക്കി, എന്നിട്ടും പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്റെ പ്രശ്നത്തിന് എന്താണ് ഒരു പരിഹാരം എന്ന് ചിന്തിക്കുന്നതോടൊപ്പം ആരാണ് എന്റെ പ്രശ്നത്തിന് കാരണമെന്ന് കണ്ടെത്താനും പറ്റുന്നില്ല. ചിലരുടെ മനസ്സിൽ കിടക്കുന്നത് എന്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരാണ് എന്റെ പ്രശ്നത്തിനെല്ലാം കാരണം. സഹോദരൻ കാരണം എനിക്കൊരു തരത്തിലും ജീവിക്കാൻ പറ്റുന്നില്ല, അനിയത്തിമാരും കാരണം ജീവിക്കാൻ പറ്റുന്നില്ല, നാത്തൂന്മാര് കാരണം ജീവിക്കാൻ പറ്റുന്നില്ല, അയൽക്കാർ കാരണം ജീവിക്കാൻ പറ്റുന്നില്ല, കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികളെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല, തന്റെ അധികാരികളെ കൊണ്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്, മാതാപിതാക്കന്മാരെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല, മക്കളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ചുറ്റുപാടുമുള്ള മനുഷ്യര് തങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ് എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. വേറെ കുറെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നത്തിനും കാരണം പിശാചാണ്. അതുകൊണ്ട് ഈ പിശാചിനെ ഒന്ന് പിടിച്ചു കെട്ടാനായിട്ട് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇന്നാളൊരു അച്ഛനൊന്ന് പിടിച്ചു കെട്ടിയതാണ്, 2 ആഴ്ചത്തേനും കുഴപ്പമില്ലായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഇത് ഇളകാൻ തുടങ്ങി. അതുകൊണ്ട് ശാശ്വതമായിട്ട് തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നപരിഹാരത്തിന് സാത്താനെ പിടിച്ചു കെട്ടി എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് ഇവിടെ പിശാചിനെ പിടിച്ചു കെട്ടുന്ന അച്ഛന്മാരുണ്ടെന്നൊക്കെ കേട്ടു. എന്നാൽ പിന്നെ ഇവരുടെ കയ്യിൽ പോയി കൈ നോക്കാം എന്ന് ചിന്തിച്ച് വന്നു. തലേക്കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഒരാഴ്ചത്തേന് വലിയ കുഴപ്പമില്ലായിരുന്നു എൻ്റെ ആഴ്ച തിരുമേനി. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും പഴയ പോലെ ഇളകാം. ചിലർ ഒന്ന് പറയും തിരുമേനി UK പോയിരിക്കായിരുന്നു, അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ച് ഒരാഴ്ചത്തേന് കുഴപ്പമില്ലായിരുന്നു, എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും ഇളകാൻ തുടങ്ങി. അതുകൊണ്ട് തിരുമേനി ഒരു മൊത്തമായിട്ട് ഇവനെ ഒന്ന് പിടിച്ചു കെട്ടിയേക്കാൻ പറയുന്ന കുറെ ആളുകളെ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം പിശാചാണെന്ന് ചിന്തിക്കുന്ന കുറെ മനുഷ്യരെ കാണാൻ സാധിക്കും. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ചിന്തിക്കുന്ന ഇതാണ്, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നത്തിന്റെ കാരണം ഞങ്ങളെ ദൈവം ശിക്ഷിക്കുന്നതാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ കാണാൻ സാധിക്കും. ചിലരുടെ ജീവിതത്തിൽ അവർ ചിന്തിക്കുന്നത് ദൈവത്തെ പോലും അവർക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാൽ അത് ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്യും. എങ്ങനെ കൈകാര്യം ചെയ്യും? കൊല്ലണ്ടിയവനെ കൊല്ലുക. അപ്പോൾ ആ പ്രശ്നം, അപ്പൊ അമ്മായിയമ്മയാണ് വിഷയമെങ്കിൽ അമ്മായിയമ്മയെ തട്ടിയേക്കുക, എന്നിട്ട് കക്കൂസൂഴിക്കകത്ത് കുഴിച്ചിടുക. അപ്പൊ പ്രശ്നം അങ്ങ് തീരും, അമ്മായിയമ്മയുടെ പ്രശ്നം അങ്ങ് തീരും. അത് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം പൊങ്ങി വരും. ഇങ്ങനെ മറ്റുള്ളവനെ നശിപ്പിച്ചുകൊണ്ട് കായിക ബലത്തിലും അതുപോലെ ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ട് സ്വന്തം പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളെയും ഒക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും.
അതാണ് നമ്മൾ ഈ പത്രങ്ങളിലൊക്കെ കാണുന്നത്. മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ട്, ആക്രമിച്ചുകൊണ്ട്, കയ്യേറിക്കൊണ്ട്, സ്ഥലം കയ്യേറിക്കൊണ്ട്, അല്ലെങ്കിൽ സ്വത്ത് കയ്യേറിക്കൊണ്ട് ഒക്കെ നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നവരാണ്. അപ്പോൾ ദൈവവിശ്വാസത്തിന്റെ കുറവ് അവരിൽ കാണാൻ സാധിക്കും. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ് എന്ന് നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിക്കണം, അതിന്റെ പരിഹാരം. അതുകൊണ്ട് ഇന്ന് ഇതെല്ലാം കൂടെ കൂട്ടി ഒരു ക്യാപ്സൂൾ പരുവത്തിൽ നിങ്ങൾക്ക് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആദ്യം പിശാച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം രീതിയിൽ പ്രവർത്തിക്കും എന്നാണ് ആദ്യം നമുക്ക് ചിന്തിക്കാൻ പോകുന്നത്. എന്താണ് ചിന്തിക്കാൻ പോകുന്നത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സാത്താന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മൾ ആദ്യം ചിന്തിക്കാൻ പോകുന്നത്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ 6 തൊട്ടുള്ള വചനം നമുക്കൊന്ന് വായിക്കാം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പിശാചിന് ചെലുത്താൻ പറ്റുന്ന സ്വാധീനങ്ങൾ എവിടം വരെ പോകും എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. വായിക്കാം. ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വന്നു ചേർന്നു. സാത്താനും അവരോട് കൂടെ വന്നു. കർത്താവ് സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ പ്രിയമുള്ളവരെ, ദൈവപുത്രന്മാർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ആര് കാണും? സാത്താൻ കാണും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ദൈവപുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരും കാണും? ഒരു സാത്താൻ കാണും. 4 പിള്ളേരുണ്ടോ അതിൽ 3 നല്ല ദൈവഭക്തനാണെങ്കിൽ ഒരെണ്ണത്തിനെ നോക്കിക്കോണം, ഒരെണ്ണം പഴയാളിയായിരിക്കും. 3 പെൺപിള്ളേരെ കെട്ടിച്ചു, 3 ചെറുക്കന്മാര് കെട്ടിക്കൊണ്ടുവന്നു. 2 പെൺപിള്ളേരും നല്ല സൽസ്വഭാവികളാണ്. ഒരെണ്ണം വരുന്ന എന്തായിരിക്കും? ആ വീട് മറിക്കുന്ന സാധനമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ വീടുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 2 പെൺപിള്ളേരെ 3 പെൺപിള്ളേരെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. അതിൽ 2 ഒരു കുഴപ്പവും ഇല്ല. ഒരുത്തൻ എന്താണ്? പഴയാളിയായിട്ട് മാറിയിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഒരിടവക നല്ലതായിട്ട് പോവുകയാണ്. ആ ഇടവകയ്ക്കകത്ത് വലിയ കുഴപ്പമില്ലാതെ പോകുമ്പോഴായിരിക്കും എന്താണ്? ഒരു കുടുംബം അവിടെ വരും. അത് മതി ആ പള്ളിയിലെ പ്രശ്നങ്ങളെല്ലാം ആരംഭിക്കാൻ. ഒരു ഭദ്രാസനത്തിൽ 10 അച്ഛന്മാരുണ്ടെങ്കിൽ 9 അച്ഛന്മാർ നല്ലവരായിരിക്കും. ഒരെണ്ണം മതി എല്ലാം തീർക്കാൻ. എല്ലായിടത്തും കാണാൻ സാധിക്കുന്നു. ഏത് മേഖലയിലും യേശുക്രിസ്തു 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. ഒരാള് മതിയായിരുന്നു യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശ് മരണത്തിന് വരെ കാരണമായി തീരാനായി. ശിഷ്യന്മാരെ സകല വെയിറ്റും കളയാൻ ഒരുത്തം വിചാരിച്ചപ്പോൾ നടന്നു. ഇത് ദൈവപുത്രന്മാരും ദൈവപുത്രന്റെ ആത്മാവും പരിശുദ്ധാത്മാവും ഭൂമിയിൽ എവിടെ പ്രവർത്തിക്കുന്നോ അവിടെയെല്ലാം തൊട്ടടുത്ത് ആരുടെ പ്രവർത്തനം ഉണ്ടാവും? പിശാചിന്റെ പ്രവർത്തനം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം വീട്ടിലും നാട്ടിലും സ്ഥാപനങ്ങളിലും ആരുണ്ട്? ദൈവാത്മാവുണ്ടെങ്കിൽ മറ്റവൻ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇതിലെവിടെയാണ് പ്രവർത്തിക്കാൻ വരുന്നതിനെ കുറിച്ച് കെയർഫുൾ ആയിരിക്കണം. ഇനി വായിച്ചേ. ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് എന്ന് അവൻ മറുപടി പറഞ്ഞു. അപ്പൊ പിശാചിന്റെ പരിപാടി എന്താണ്? നമ്മളെപ്പോലെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയല്ല, എപ്പോഴും ടൂറാണ്. ഓരോ സ്ഥലങ്ങളിൽ പോയി വീട് വിസിറ്റിങ്, അതുപോലെ പാസ്റ്ററൽ മിനിസ്ട്രി, ഇതുമായിട്ട് ഇങ്ങനെ പിശാച് നടക്കുകയാണ്. ഭൂമി ചുറ്റി കറങ്ങി. അങ്ങനെ സാത്താൻ ദൈവത്തിന്റെ സന്നിധിയിലെത്തി. പിന്നെ കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു, എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്നകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലുമുണ്ടോ? ഉടനെ സാത്താനോട് കർത്താവ് ചോദിച്ചു, ഇത്രയും സത്യസന്ധമായി നല്ല രീതിയിൽ ജീവിക്കുന്ന, പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, കുമ്പസാരമുണ്ട്, അതുപോലെ എല്ലാ മേഖലയിലും ഒരു തിന്മയും കാണാൻ സാധിക്കാത്ത ഒരു നല്ല ചെറുപ്പക്കാരനുണ്ട്. അയാളുടെ പേര് ജോബ് എന്നാണ്. ഉടനെ സാത്താൻ എന്നാ പറഞ്ഞത്? സാത്താൻ ചോദിച്ചു, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി. ഈ ജോബ് എന്ന് പറയുന്ന ആള് ദൈവമേ 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 എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനും ദൈവത്തിന്റെ കൂടെ നിൽക്കാനും ഒരു കാരണമുണ്ട്. കാരണം എന്താണ്? ദൈവം കൈക്കൂലി കൊടുത്ത് ഈ ആളെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. അതാ പ്രശ്നം. സാത്താൻ ദൈവത്തോട് പറയാണ്, നീ ഇല്ലാത്ത പൈസ എല്ലാം ആവശ്യത്തിലധികം ഇയ്യോബിന് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇയ്യോബ് എങ്ങനെ നിന്നെ വിട്ടുപോകും? അവന്റെ ജീവിതത്തെ ഇതാ മതിൽ കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ്.
അതുകൊണ്ട് ഒരു പ്രശ്നം അവനുണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇയ്യോബ് നിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ സാത്താൻ കുറ്റപ്പെടുത്തുന്നത് മനുഷ്യന് ഇതാ ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ കൂടെ നിർത്തുന്നത്. ദൈവം കൊടുക്കുന്ന ദാനങ്ങൾ നിലച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ദൈവത്തെ വിട്ടുപോകും. ഇതാണ് ദൈവത്തെ പിശാച് കുറ്റപ്പെടുത്തുന്നത്. അവിടെ ദൈവം പറഞ്ഞു, ഇതൊന്നുമല്ല, ഈ ദാനങ്ങളോ സ്വത്തോ സമ്പത്തോ ഒന്നുമല്ല ഈ ദൈവാശ്രയത്തിൽ ദൈവവിശ്വാസത്തിൽ ജോബിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവിശ്വാസത്തിൽ നിങ്ങളിപ്പോൾ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നിരിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നിരിക്കുന്നു? വിദ്യാഭ്യാസം നല്ലതായിട്ട് ദൈവം തന്നതുകൊണ്ടാണോ? രോഗശാന്തി കിട്ടിയത് കൊണ്ടാണോ? അത്ഭുതം നടന്നതുകൊണ്ടാണോ? കടബാധ്യം നീങ്ങിയത് കൊണ്ടാണോ? അതോ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ? നമ്മൾ ചിന്തിച്ചു നോക്ക്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല. പിന്നെന്തുകൊണ്ടാണ്? അപ്പുറത്തെ ഷാൻഡി IELTS ഇവിടെ നിന്ന് വന്ന് തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി, കിട്ടി. അപ്പോ നമുക്കും കിട്ടും. ഈ പ്രതീക്ഷയിലാണ് പലരും എന്ത് ചെയ്യുന്നത്? കിട്ടും എന്ന പ്രതീക്ഷയിലിരിക്കുന്നത്. ഇതുകൊണ്ട് സംഭവിക്കുന്നത്, നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ പിശാച് മേളിൽ ചെന്നിട്ട് ഇതിലൂടെ കറങ്ങും. തൂത്തൂട്ടിക്കവല വഴി കറങ്ങി നടന്നേച്ച് മേളിൽ ചെന്നിട്ട് ഓരോരുത്തരെയും നോക്കി പറയും, എന്നാൽ അപ്പുറത്തെ ഫ്രണ്ടിലിരിക്കുന്ന ആന്റിയില്ലേ, എത്ര ഉറക്കം വന്നിട്ടും ധ്യാനത്തിന് ഒരൊറ്റ ദിവസം പോലും ആബ്സെന്റ് ആകുകയില്ല. കാരണം എന്താണ്? അവരുടെ കോഴി ഇഷ്ടം പോലെ മുട്ടയിടുന്നുണ്ട്. അവരുടെ കാട ഒരു ദിവസം 2 മുട്ട വെച്ചിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഉറക്കം വരുന്നെങ്കിലും ഇതാ ധ്യാനം കൂടാനായിട്ട് ഒരൊറ്റ ധ്യാനം പോലും അവർ ആബ്സെന്റ് ആക്കാത്തതിന്റെ കാരണം എല്ലാ ദിവസവും ഇതാണ് അവർക്ക് ഒരു കോഴി 2 മുട്ട 3 മുട്ട വരെ ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അവർ വരുന്നത് എന്ന് പിശാച് മേളിൽ ചെന്ന് ദൈവത്തോട് പറയും. ഉടനെ ദൈവം എടുത്ത വായില് പറയും, നീ അവരുടെ കോഴിയെ മുഴുവനും എടുത്തോ. എന്നാലും അവർ തൂത്തൂട്ടി ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് വരും. കാരണം എന്താണ്? അവർക്ക് കോഴിയാടുമൊന്നുമല്ല പ്രശ്നം, അവർക്ക് ദൈവമാണ്. നമ്മളെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ? ഒരാഴ്ച ധ്യാനം കൂടി എല്ലാം ശരിയായി, 2 ആഴ്ച ധ്യാനം കൂടി എല്ലാം ശരിയായി. അവസാനം ഒരു ദിവസം ധ്യാനം കൂടി, പിറ്റേ ദിവസം ചെന്നപ്പം എല്ലാം കൂടെ അങ്ങ് പോയി. അപ്പൊ നമ്മൾ പറയും, ഇനി ആ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ ഇല്ല. അപ്പോ ദൈവത്തോട് സാത്താൻ പറയാണ്, നീ കൈക്കൂലി കൊടുത്ത് ആളുകളെ കൂടെ നിർത്തിയിരിക്കുകയാണ്. അവൻ അർഹതയില്ലാത്ത പലതും കൊടുത്ത് അവനെ കൂടെ നിർത്തിയിരിക്കുകയാണ്. ഉടനെ ദൈവം സാത്താനോട് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? അവന്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവന്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അങ്ങയെ ദുഷിക്കുന്നത് കാണാം. കർത്താവ് സാത്താനോട് പറഞ്ഞു, അവനുള്ള സകലത്തിന്മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു, എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത്. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണിത്. അവന് ഉള്ള സകലത്തിന്റെ മേലും നീ കൈവച്ചു കൊള്ളുക, അവനെ തൊടരുത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇപ്പം സാത്താൻ അവിടെ മേളിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ദൈവം പറയാണ്, ഇതാ അവനുള്ള സകലത്തിന്റെ മേലും കൈവച്ചോളുക, അവനെ തൊടരുതെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥമാണ് എന്നെ തൊടരുത്. എന്നെയാണ് സാത്താൻ കൈവെക്കാൻ പോകുന്നത്. എന്നെ തൊടരുത്. ഈ ഞാൻ എന്ന് പറഞ്ഞാൽ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമ്മൾ ഞാൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് എന്നാക്കിയാ? ഈ ചേട്ടൻ എഴുന്നേറ്റ് എന്ന് പറയാണ് ഞാൻ എന്ന് പറയുമ്പോൾ, എനിക്കുള്ള 30 സെന്റ് സ്ഥലം, എന്റെ 2 പിള്ളേര്, എന്റെ 2 പിള്ളേരുടെ 2 പിള്ളേര്, പിന്നെ ഈ ഞാൻ എന്ന് പറഞ്ഞാൽ എന്നാക്കിയാ? എന്റെ പള്ളി, പിന്നെ എനിക്ക് പലതും ഞാൻ എന്റെ കൂട്ടത്തിൽ അവകാശപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ദൈവം നീ എന്ന് പറയുമ്പോൾ അതിനകത്ത് നിന്റെ 10 ഏക്കർ സ്വത്തില്ല. മനസ്സിലായോ? നമ്മുടെ 10 ഏക്കർ സ്വത്ത് അതിനകത്തില്ല. നമ്മൾ ഞാനെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി സംഭവങ്ങളുണ്ട്. അതൊന്നും ദൈവം നീ എന്ന് പറയുമ്പോൾ അതിനകത്തില്ല. അതിനകത്ത് എന്നാക്കേ ഉള്ളൂ? ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ദൈവം പറഞ്ഞു, അവന്റെ ആത്മാവിനെ നീ തൊടരുത്. അപ്പൊ ദൈവം നീ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ. എന്താണ്? എന്റെ ആത്മാവ് മാത്രം, വേറൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ
സുരക്ഷിതത്വം എന്ന് പറയുന്ന ഒറ്റ കാര്യത്തിന് മാത്രമേ ദൈവം ഗ്യാരണ്ടി ചെയ്യുന്നുള്ളൂ. എന്തിനു മാത്ര? ആത്മാവിന് മാത്രം. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ബാക്കി എന്തും എന്റേതല്ല, നീ അതിലേക്ക് കറങ്ങിപ്പോയി എന്തേ പിടിച്ചാലും എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വത്തേലോ സമ്പത്തേലോ ശരീരത്തേലോ കൈവച്ചാൽ തമ്പുരാന് ഒരു വിഷമവും ഇല്ല. കാരണം എന്താ? തമ്പുരാൻ ഒന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ തമ്പുരാന്റെ ആണെങ്കിൽ എന്ത് ചെയ്യും? നമുക്കും നമ്മുടെ സ്വത്തോ സമ്പത്തോ ഒന്നും നഷ്ടപ്പെട്ടാലും നമുക്കൊരു വിഷമവും തോന്നുകയില്ല. കാരണം എന്താ? ദൈവത്തിന്റെ സ്വത്ത് എന്റെ ആത്മാവ് മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യനും ഞാനെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് മാത്രമേ കാണാവുള്ളൂ? എന്റെ ആത്മാവ് മാത്രമേ കാണാവുള്ളൂ. ഇപ്പം ഞാനെന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിനകത്ത് എന്നൊക്കെ ഉണ്ട്? എന്റെ പരീക്ഷ, എന്റെ ജോലി, എന്റെ ഡിഗ്രി, പിന്നെ എന്റെ ഞരമ്പ്. നമ്മുടെ ഞാനിനകത്ത് ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതിൽ പലതിനിട്ടും കയറി ആരറ്റാക്ക് ചെയ്യുന്നുണ്ട്? സാത്താൻ അറ്റാക്ക് ചെയ്യുന്നു. ഇനി എവിടം വരെ അറ്റാക്ക് ചെയ്യുമെന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സാത്താനോട് ദൈവം പറഞ്ഞു, നീ പോയി അവനെ തുടരുത് എന്ന് പറഞ്ഞിട്ട് അവനെ ആത്മാവിനെ തുടരുത്, ബാക്കി എന്ത് വേണേലും നീ പോയി തൊട്ടു. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ഒരുമാതിരി നീതിമാനായിട്ടാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ധ്യാനമൊക്കെ കൂടി തിരുവചനം കേട്ടപ്പോൾ കുറച്ചും കൂടെ മെച്ചമായി. ആഴ്ചയിലൊന്ന് കുമ്പസാരം, വിശുദ്ധ കുർബാന അനുഭവം, പ്രാർത്ഥന, കൈകൊട്ടി പ്രാർത്ഥന, പാട്ട്, സങ്കീർത്തന അല്ല സ്നേഹകീർത്തനത്തിനകത്തെ പാട്ടുകൾ, അതിനകത്തുള്ള പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന ഒക്കെ ചൊല്ലി ഒരുമാതിരി സത്യസന്ധമായും നീതിനിഷ്ഠമായിട്ടുമാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുമ്പോൾ നമുക്കൊരു തോന്നലുണ്ട്, തുടർന്നും തൂത്തുട്ടിച്ചാപ്പലി വന്നേക്കാം, ഇതുപോലെയൊക്കെ കാര്യങ്ങൾ പൊക്കോളും. നിങ്ങളെ കാണുമ്പോൾ പിശാച് നേരെ സ്വർഗത്തിൽ ചെന്ന് ദൈവത്തോട് പറയും, തൂത്തുട്ടിച്ചാപ്പലിൽ ഞായറാഴ്ച കുറെ പേര് ഇരിപ്പുണ്ട്, അവരെ നീ വേര് കെട്ടി സംരക്ഷിക്കുന്നത് കൊണ്ടാണ് അവര് നിന്നെ ഈ കയ്യും കൊട്ടി പാട്ടും പാടിയിരിക്കുന്നത്. അതുകൊണ്ട് നീ കൈക്കൂലി കൊടുത്ത് ഈ ആളുകളെ പ്രാർത്ഥിക്കാനും പാടിക്കാനും ഇരുത്തിയിരിക്കുകയാണ്. ഉടനെ കർത്താവ് പറയും, അവനെ തുടരുത്. അപ്പൊ പ്രിയമുള്ളവരെ, ഉടനെ ദൈവം പറഞ്ഞു, നീ കൈവച്ചോ. പ്രിയമുള്ളവരെ, കൈവെക്കാൻ പിശാച് തുടങ്ങി. പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ എന്നേത്തേലൊക്കെ കയറി പിടിക്കുമെന്ന് ഇപ്പൊ നിങ്ങൾ കേട്ടോണം. 1:13 വാക്യം വായിച്ചേ. ഒരു ദിവസം ജോബിന്റെ മക്കൾ തങ്ങളുടെ മൂത്ത സഹോദരന്റെ വീട്ടിൽ വിരുന്നിന് സമ്മേളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഭൃത്യൻ ജോബിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, ഞങ്ങൾ കാളകളെ പൂട്ടുകയായിരുന്നു, കഴുതകൾ സമീപത്ത് തന്നെ മേഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഷേബാക്കാർ വന്ന് വേലക്കാരെ വാളിനിരയാക്കി. പ്രിയമുള്ളവരെ, ഷേബാക്കാർ വന്ന് വേലക്കാരെ വാളിനിരയാക്കി. അപ്പോൾ കുറെ ആളുകൾ വന്ന് നമ്മുടെ വേലക്കാരെ വെട്ടുകയും കുത്തുകയും തല്ലുകയും ചെയ്തു. ഇയ്യോബിന്റെ ആരാ ഇത് ചെയ്തത്? വേലക്കാരാണോ? അല്ല, ഇത് ഷേബാക്കാരാണോ ചെയ്തത്? പിശാചാണോ ചെയ്തത്? ആരാ ചെയ്തത്? നിങ്ങൾക്കിപ്പോ ഒരു ഫാക്ടറി ഉണ്ടെന്ന് വിചാരിച്ചു. കുറച്ച് പേര് കയറി ഫാക്ടറി കയറി എന്ത് ചെയ്തു? ആ ഫാക്ടറി എല്ലാം ഗ്ലാസ് എല്ലാം തല്ലിപ്പൊട്ടിച്ചേച്ച് പോയി. ആ തല്ലിപ്പൊട്ടിച്ചത് ആ ജോലിക്കാരാണോ അല്ലെങ്കിൽ ആ വേലക്കാരാണോ തല്ലിപ്പൊട്ടിച്ചേച്ച് പോയത്, അതോ പിശാചാണോ? ആർക്കാ ഇത് അനുവാദം കിട്ടിയിരിക്കുന്നത്? പിശാചിന് ദൈവം കൊടുത്തു, നീ വേണത്ത് പോയി തൊട്ടോ. അങ്ങനെയാണെങ്കിൽ മനുഷ്യര് നമുക്കെതിരായി നടത്തുന്ന പല ഉപദ്രവങ്ങൾക്കും പിന്നിൽ മനുഷ്യരല്ല, പിന്നെ ആരാ? അപ്പൊ നമ്മുടെ പലതിന്റെ മേലും കൈവെക്കാൻ പിശാചിന് അവകാശമുണ്ട്. ദൈവം പറഞ്ഞു, നീ പോയി തൂത്തുട്ടിച്ചാപ്പലിൽ പോയി എന്നാ വേണമെങ്കിലും കാണിച്ചു, പക്ഷേ അവന്റെ ജീവന്റെ മേൽ തൊടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ പിശാച് ഇതാ വന്ന് നിങ്ങളുടെ ചിലപ്പം വീടിന്റെ മേളിൽ തേങ്ങ വീണെന്നിരിക്കും, പശുവിന്റെ മേളിൽ തേങ്ങ വീണെന്നിരിക്കും. അങ്ങനെ പല സംഭവങ്ങളും നടത്താൻ ആർക്ക് സാധിക്കും? പിശാചിന് സാധിക്കും. അവൻ വന്നു പറഞ്ഞു, ദൈവത്തിന്റെ അഗ്നി ആകാശത്തിൽ നിന്നിറങ്ങി ആടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞു. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഒരു ഇടിവെട്ടം കൊണ്ട് വന്നു, ആടുകളെല്ലാം ചത്തും പോയി. അങ്ങനെയാണെങ്കിൽ പിശാച് ഏത് രൂപത്തിൽ വരും? ഇടിവെട്ടിന്റെ രൂപത്തിൽ ചിലപ്പം വന്നെന്നിരിക്കാം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഇടിവെട്ട് ഉണ്ടാകും. ആരുടെ പ്രവൃത്തിയാ? ദൈവത്തിന്റെ പ്രവൃത്തിയാണോ പിശാചിന്റെ പ്രവൃത്തിയാണോ? സാത്താന്റെ പ്രവൃത്തി. ഇനി അടുത്ത് വായിച്ച്. അവൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് മറ്റൊരുവൻ വന്ന് അറിയിച്ചു,
കൽദായർ 3 കൂട്ടമായി വന്ന് വേലക്കാരി ആക്രമിച്ചു കൊന്നിട്ട് ഗ്രൂപ്പുകളായിട്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഒരു മനുഷ്യനെ ആക്രമിക്കുന്നു. ആരാ പ്രവർത്തിക്കുന്നത്? സാത്താൻ. നീ വായിച്ചേ. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ കടന്നുവന്നു പറഞ്ഞു, നിന്റെ പുത്രന്മാരും പുത്രിമാരും തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്റെ വീട്ടിൽ സൽക്കാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് വീശിയ കൊടുങ്കാറ്റ് വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് തകർന്നു വീണ് അവർ മരിച്ചുപോയി. പ്രിയമുള്ളവരെ, ഇയ്യോബിന്റെ വീട്ടിലേക്ക് കൊടുങ്കാറ്റടിച്ചു, വീടിന്റെ മെകള് തെറിച്ചുപോയി, പിള്ളേര് മുഴുവൻ ചത്തുപോയി. അങ്ങനെയാണെങ്കിൽ പിശാച് ഏത് രൂപത്തിൽ വരും? ഏത് രൂപത്തിൽ വരും? കൊടുങ്കാറ്റിൽ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, പിശാചിന്റെ പ്രവർത്തനം പ്രകൃതിയിലൂടെ വരാം, മനുഷ്യരിലൂടെ വരാം, മറ്റു പല രീതിയിൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഇതിനെ തടയാൻ എന്നാ മാർഗം? പിശാച് കൊടുങ്കാറ്റായിട്ട് വന്നാൽ എന്നാ തടയാൻ മാർഗം? ഇപ്പൊ ഇതാ സംഗതി കുഴപ്പമായി. എന്താണ്? പിശാചിന് ഏത് രൂപത്തിൽ വരാം. ഇത്രയും നാളും ഈ അച്ഛന്മാരെല്ലാം പ്രസംഗിച്ചുകൊണ്ടിരുന്നത് കൽപ്പന പാലിച്ചാൽ പിശാച് തുടത്തില്ല, കൽപ്പന പാലിച്ചാൽ പിശാച് തുടക്കത്തില്ല. അങ്ങനെ എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലാകുന്നത്, ഇയ്യോബിനെ പോലെ എല്ലാ കൽപ്പനകളും പാലിച്ച് നീതിമാനായി ജീവിക്കുന്നവന്റെ വീട്ടിലേക്ക് പിശാച് കയറി ആഞ്ഞടിക്കും. അടിച്ചിട്ട് എന്നാക്ക നഷ്ടം? അപകട മരണങ്ങൾ, ഇടിവെട്ട്, കൊടുങ്കാറ്റ്, പിന്നെ മനുഷ്യർ വന്ന് ഗ്രൂപ്പായിട്ടുള്ള ആക്രമണം. അത് നമ്മുടെ മൊത്തം സുരക്ഷിതത്വം ഇന്ന് പോയിരിക്കുക. കാരണം ഈ പറയുന്ന പണി നമുക്കെപ്പം വേണമെങ്കിലും കിട്ടാവുന്ന പരിപാടികളാണ്. കൊടുങ്കാറ്റ് വേണേ മേളിൽ നിന്ന് വരാം, ചുഴലിക്കാറ്റ് താഴെ നിന്ന് വരാം, കത്രീന എന്ന് പറഞ്ഞൊരു പേരുള്ള ചുഴലിക്കാറ്റുണ്ട്, അത് അതിലേ വരാം. പിന്നെ കൽദായക്കാരും വേണ്ട, ഷേബായക്കാരും വേണ്ട, ഇവിടെ നമ്മളൊക്കെ തന്നെ മതി വേറൊരുത്തനെ ആക്രമിച്ച് കീഴടക്കാൻ. പള്ളിയുടെ ഗ്ലാസിന്റെ ചില്ല് തല്ലി പൊട്ടിക്കാനായിട്ട് ഷേബാക്കാർ വരേണ്ട കാര്യമില്ല. അപ്പൊ ഏത് രീതി വേണമെങ്കിൽ പിശാച് മനുഷ്യനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. കർത്താവ് ഒരു കാര്യം പറഞ്ഞു, അവനെ മാത്രം തുടരുത്. അത് ഇതിനെ കുറിച്ചാണ് പറഞ്ഞത്? അതിനകത്ത് നമ്മുടെ കാളയുടെ കാര്യവുമില്ല, നമ്മുടെ പട്ടിയുടെ കാര്യവുമില്ല, നമ്മുടെ പൂച്ചയുടെ കാര്യവുമില്ല, നമ്മുടെ ഈ കാര്യങ്ങളൊന്നുമില്ല. ആരുടെ കാര്യം മാത്രമേ ഉള്ളൂ? നമ്മുടെ ആത്മാവിന്റെ കാര്യമുള്ളൂ. ശരീരത്തിന്റെ കാര്യം പോലും ഇല്ല. പിന്നെന്താ ഒരു പരിഹാരം? അപ്പൊ ഇത്തരം ആക്രമണങ്ങൾ പലർക്കും കിട്ടുന്നുണ്ട്. ഈ ആക്രമണം കിട്ടുന്ന വ്യക്തികൾ വന്ന് തലേ കൈവച്ച് പ്രാർത്ഥിക്കും, പറയും ഒരാഴ്ചത്തേന് കുഴപ്പമില്ലായിരുന്നു, അത് കഴിയുമ്പോൾ പിന്നെ പ്രശ്നമായി. എപ്പോഴും തലേ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ശരീരത്തിന് വേദനയും അസ്വസ്ഥതയും ഭാരങ്ങളും എല്ലാ ആഴ്ചയിലും തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇതിനൊരു ശാശ്വത പരിഹാരം വേണ്ടേ? എന്താ പരിഹാരം? പ്രിയമുള്ളവരെ, ദൈവം അതിന് കണ്ടുപിടിച്ച പരിഹാരമാണ് ഇതാ. നിന്റെ ശരീരത്തെയും നിന്റെ സ്വത്തിനെയും നിന്റെ സമ്പത്തിനെയും ഒക്കെ പിശാച് കയറി പിടിച്ചെന്നിരിക്കാം. ഇതാ, ഞാൻ നിനക്കൊരു സുരക്ഷിതത്വം നൽകാൻ പോവുകയാണ്. ആ സുരക്ഷിതത്വമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ഇറങ്ങി വന്നപ്പോൾ യേശുക്രിസ്തുവിനെ തന്നെ പിശാച് പരീക്ഷിച്ചു കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? അവന്റെ എല്ലാത്തിനെയും കയറി പിടിച്ച്. അവന്റെ കയ്യിൽ സ്വത്തില്ലാഞ്ഞതുകൊണ്ട് സ്വത്തിനിട്ട് പിടിക്കാൻ പറ്റിയില്ല, സമ്പത്തില്ലാത്തതുകൊണ്ട് സമ്പത്തിനിട്ട് പിടിക്കാൻ പറ്റിയില്ല, മക്കളില്ലാഞ്ഞതുകൊണ്ട് മക്കൾക്കിട്ട് പിടിക്കാൻ പറ്റിയില്ല, ഭാര്യ ഇല്ലാത്തതുകൊണ്ട് ഭാര്യക്കിട്ടും പിടിക്കാൻ പറ്റിയില്ല. അവസാനം ഇതാ അവന്റെ സൽപ്പേരിനെ പിടിച്ചു, അവന്റെ ശരീരം തല്ലി തകർത്തു. എല്ലാം മനുഷ്യരിലൂടെ നടന്നു. അവന്റെ കൂടെ നിന്ന് ശിഷ്യനും കൂടെ ചേർത്ത് കാര്യങ്ങൾ ചെയ്തു. അവസാനം ശരീരം തല്ലി തകർക്കപ്പെട്ടു. അവസാനം അവൻ പറഞ്ഞു, ഇതാ പിതാവേ, ഞാനിവിടെയുണ്ട്. എന്റെ കയ്യിലിരിക്കുന്ന എല്ലാത്തിനെയും ഇതാ പിശാച് തല്ലി തകർത്തു. പക്ഷേ ഞാനിവിടെയുണ്ട്. എന്റെ ആത്മാവിനെ നീ എന്റെ കയ്യിൽ തന്നതുപോലെ തിരിച്ച് ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരൊറ്റ കാര്യത്തെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ആത്മാവിന്
ഒരു പോറല് പോലും ഏൽക്കാതെ സൂക്ഷിക്കുന്ന കാര്യം മാത്രം നോക്കിയാൽ മതി. ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. എന്റെ ആത്മാവിന് ഒരു പോറല് പോലും ഏൽക്കാതെ നോക്കണം. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ആത്മാവ് പോറല് മാത്രമല്ല, മുറിഞ്ഞു പറഞ്ഞു കിടക്കുക. ബാക്കിയുള്ളത്തെ മുഴുവൻ നമ്മൾ വട്ടം പിടിച്ചിരിക്കുകയാണ്. അതാണ് സ്വത്ത് പോകാതെ നോക്കുന്നുണ്ട്, മക്കള് പോകാതെ അപ്പുറത്തെ സൈഡിൽ കൂടെ പിടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മൊത്തത്തിനെതിരായി പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ദൈവത്തിനും നമുക്കും വളരെ വിലപ്പെട്ട ആത്മാവ്, പ്രിയമുള്ളവരെ, പാപം കേറി നശിച്ച് തകർന്ന് അന്ധമായി ഇരുട്ടത്ത് ഇങ്ങനെ കിടക്കുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? യേശു ഇതാ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ശക്തി കൊണ്ട് നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കണം. അതിനുവേണ്ടി ദൈവം തന്ന കൃപയാണ്, പ്രിയമുള്ളവരെ, സഭയിലൂടെ സ്ഥാപിച്ചിരിക്കുന്ന 7 കൂദാശകൾ. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ പാപത്തിന്റെ ശക്തിയിൽ രക്ഷിക്കാനായിട്ടുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താണ്? ഈ കൂദാശ വഴി ഇങ്ങനെ ദൈവിക ശക്തി ഇങ്ങനെ എപ്പോഴും പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൂദാശയിലേക്ക് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ചേർത്ത് നിർത്തണം. അതോടുകൂടി പിശാച് ഒരിക്കലും നിങ്ങളുടെ ആത്മാവിനെ തൊടുകയില്ല. പിശാച് ഒരിക്കലും നിങ്ങളുടെ ആത്മാവിനെ തൊടാതിരിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. നിങ്ങളുടെ ആത്മാവ് കൂദാശ വഴി വിശുദ്ധീകരിക്കണം. ഇപ്പൊ പല ആളുകളുടെയും പ്രശ്നം ഇതാണ്: ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, നേർച്ച നേരുന്നുണ്ടല്ലോ, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, കൂദാശയുടെ ശക്തി നമ്മുടെ ആത്മാവിലേക്ക് എപ്പോഴും ഒഴുകി വരണമെങ്കിൽ നമ്മുടെ ആത്മാവിലേക്ക് അത് കടന്നു വരാൻ തടസ്സം നിൽക്കുന്ന വേറൊരു മേഖലയുണ്ട്: പാപം. ഈ പാപം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ദൈവിക ശക്തി നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകി വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആത്മാവിന്റെ സുരക്ഷിതമായി ദൈവം നൽകിയിരിക്കുന്ന കുറെ കാര്യങ്ങൾ. ഇപ്പൊ എനിക്കൊരു ആത്മാവുണ്ട്. എന്റെ ആത്മാവ് എവിടെയാ കിടക്കുന്നത്? ഈ ബോഡിയിലാണ്. അതുകൊണ്ട് ഈ ബോഡിയെ സംരക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? എന്റെ ആയുസ് തീരുന്ന അന്ന് വരെ ഈ ബോഡിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. ഈ ബോഡി നിലനിൽക്കണമെങ്കിൽ എന്ത് കഴിക്കണം? ആഹാരം കഴിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയെ നിലനിർത്താനുള്ള ആഹാരം തരാൻ അതും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? ദൈവത്തിനാണ്. അങ്ങനെയാണെങ്കിൽ ആഹാരം ഉണ്ടാക്കാൻ ജോലി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്റെ ജോലി ചെയ്യുന്ന മേഖലയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? ദൈവത്തിൻ്റെതാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ശരീരത്തെയും സ്വത്തിനെയും സമ്പത്തിനെയും ആരോഗ്യത്തെയും എല്ലാം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എന്റെ ആത്മാവിനെ പ്രതി ദൈവത്തിനുള്ളതാണ്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, ഒന്നും സുരക്ഷിതമല്ലെന്ന് ചിന്തിച്ചോ. ഇനി ഈ ആത്മാവിനെ ദൈവം സംരക്ഷിക്കുന്നത് എങ്ങനെയാ? 7 കൂദാശകൾ ഇങ്ങനെ നൽകിയിരിക്കുകയാണ്. മാമോദീസ എന്ന മുദ്ര അത് നൽകിക്കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനം ഈജിപ്തിന് അടിമത്തത്തിൽ കഴിഞ്ഞ കാലത്ത് കഠിനഹൃദയനായ ഫറവോൻ ഭയങ്കരമായ പീഡനമാണ് അവർക്ക് കൊടുത്തത്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം പറഞ്ഞു, ഇതാ മാലാഖ ഇറങ്ങി സകലതും നശിപ്പിക്കാൻ പോവുകയാണ്, എല്ലാവനെയും വെട്ടാൻ പോവുകയാണ്. ഇതാ മുദ്രയുള്ളവൻ മാത്രം നിലനിൽക്കും. അങ്ങനെ കുഞ്ഞാടിന്റെ മുദ്ര, രക്തം തളിച്ച വീടുകൾ മാത്രം നിലനിന്നു. അവിടെ ആക്രമണം ഉണ്ടായില്ല. ഇതുപോലെ പ്രിയമുള്ളവരെ, മാമോദീസ എന്ന മുദ്ര പതിപ്പിച്ചിരിക്കുന്ന വ്യക്തി അതിന്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കിയാണ്, അത് ഉൾക്കൊണ്ടാണ് ആ മാമോദീസയുടെ ഉടമ്പടിയോടുകൂടി ഞാൻ ജീവിക്കുന്നതെങ്കിൽ നിന്റെ കാര്യം ഓക്കെ ആയി. ഇനി മാമോദീസ മുങ്ങി ദൈവത്തിന്റെ പൈതലായി തീർന്നവൻ ദൈവത്തിന്റെ മകനെ പോലെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ അവന്റെ കാര്യം ഓക്കെ ആയി. വിശുദ്ധ കുർബാന നൽകി യേശുവിന്റെ ശരീരവും രക്തവും നമുക്ക് നൽകിയിരിക്കുക. ആ യേശുവിന്റെ ശരീരവും രക്തവും വിശുദ്ധിയോടെ ഭക്തിയോടെയാണ് നീ സ്വീകരിക്കുന്നതെങ്കിൽ ആ വിശുദ്ധ കുർബാനയിൽ ശക്തി ഇറങ്ങി നിന്നെ എപ്പോഴും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. യേശുവിന്റെ ശരീരം നമുക്കറിയാം. ഒരിക്കലൊരു സ്ത്രീ, രക്തസ്രാവക്കാരത്തി സ്ത്രീ, യേശുവിന്റെ ശരീരത്തിൽ ചുമ്മാ പുറകിൽ നിന്ന് തൊട്ടതാ. ശരീരത്തെ തൊട്ടില്ല. എവിടെയാ തൊട്ടത്? വസ്ത്രാഞ്ചലത്തെ. എന്നാ സംഭവിച്ചു?
ശക്തി അങ്ങോട്ട് ഒഴുകി. ഉടനെ യേശു തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, എങ്ങനെയാണ് ഈ ശക്തി പുറപ്പെട്ടത്? ഉടനെ ആ സ്ത്രീ പറഞ്ഞു, ഞാനാ തൊട്ടത്, ഞാനത്, എന്നെ ആരോ തൊട്ടു. ഉടനെ ശിഷ്യന്മാർ ചോദിച്ചു, ഇവിടെ എന്തുമാത്രം പേരെ ഇടിക്കുന്നത്, ഇതിനിടയ്ക്ക് തൊട്ടതാരാ തോണ്ടിയതാരാന്ന് വല്ല അറിയാൻ പറ്റൂ? ഉടനെ കർത്താവ് പറഞ്ഞു, നോ, ഇടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പലരും ഇവിടെ വന്ന്, ഒത്തിരി പേര് ഇവിടെ ഇടിക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല, തൊട്ടയാളുണ്ട്. നിങ്ങളിപ്പോ ഇത്രയും പേര് ഇവിടെ ഇരിക്കുകയാണ്, ഈ ഒരു 850,000 പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഈ 1000 പേരിൽ വിശ്വാസത്തോടെ ഒരുത്തൻ തൊട്ടാൽ അവൻ സൗഖ്യം പ്രാപിക്കും. ഇടിക്കുന്ന ഒത്തിരി പേര് കാണും, എല്ലാ ദിവസവും ഇടി തന്നെ ഇടി, ഒന്നും നടക്കുക, ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. അപ്പൊ തൊട്ടവനെ തിരിച്ചറിഞ്ഞു. അപ്പൊ ഓർക്കണം പ്രിയമുള്ളവര്, യേശു പോലും അറിയാതെ യേശുവിനെ തൊട്ടവന്റെ മേൽ ശക്തി പ്രയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ മാമോദീസ മുങ്ങിയിട്ട് വളരെ ബോധപൂർവം യേശുവിന്റെ തിരിശരീരമാണെന്ന് അച്ഛന്മാര് വിളിച്ചു പറഞ്ഞിട്ടും യേശുവിന്റെ തിരിശരീരം നാക്കേ വെച്ചിട്ട് ഒരു ശക്തിയും തങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ? തീർത്ഥയാത്ര കൂടുന്നുണ്ട്, എല്ലാ ഞായറാഴ്ചയും കൃത്യമായിട്ട് ചുമന്ന സീറ്റിൽ നമ്മൾ ഉണ്ടാവും, പക്ഷേ നമുക്ക് എന്തനുഭവപ്പെടുന്നില്ല? ശക്തി അനുഭവപ്പെടുന്നില്ല. എന്തുകൊണ്ടാ കാരണം? വിശുദ്ധ കുർബാന അടിക്കടി അനുഭവിക്കുന്നുണ്ട്, ശക്തി പ്രവഹിക്കുന്നില്ല. കാരണം എന്താണ്? വിശുദ്ധ കുർബാനയുടെ ദൈവിക ശക്തി ഒരു മനുഷ്യനിലേക്ക് പ്രവഹിക്കണമെങ്കിൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പാപം നിർമ്മാർജ്ജനം ചെയ്യപ്പെടണം, എങ്കിലേ ശക്തി പ്രവഹിക്കത്തുള്ളൂ. പല ആളുകളും ചോദിക്കാറുണ്ട്, ധ്യാനത്തിൽ എങ്ങനെയാണ് അത്ഭുതം നടക്കുന്നത്? ഇടത്തോട്ട് പരിപാടി വല്ലതും ഉണ്ടോ? എന്താ സംഭവിക്കുന്നത്? ആദ്യം ഒരാൾ ധ്യാനത്തിന് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ ധ്യാനം കൂടാൻ പറയും. ആ ഒരാഴ്ചത്തെ ധ്യാനത്തിൽ ആദ്യത്തെ ഒരു 3 ദിവസം കൊണ്ട് നമ്മൾ കൽപ്പനകളെല്ലാം പറഞ്ഞു കൊടുത്ത് പാപമെല്ലാം കണ്ടുപിടിച്ച് നല്ല കുമ്പസാരം, യഥാർത്ഥ അനുതാപം നടത്തി കുമ്പസാരിപ്പിക്കും. കുമ്പസാരിച്ച ശേഷം ആ വ്യക്തിയുടെ മേൽ പൗരോഹിത്യം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥന, യേശുവിന്റെ നാമത്തിൽ പൈശാചിക ബന്ധനങ്ങൾ മാറട്ടെ. പിറ്റേ ആഴ്ച ചിലരുടെയും മാറി. ചിലരിങ്ങനെ ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കാവോ? സത്യത്തിൽ പ്രിയമുള്ളവര്, വന്നിട്ട് ഒരു പ്രയോജനമില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഈ വരാത്തത്. അന്നേരം ഞങ്ങൾ പറയും, ഒരു കൗൺസിലിങ്ങും ഒരു കുമ്പസാരവും ഒക്കെ എടുത്ത് ഒരു ധ്യാനവും കൂടി കഴിയുമ്പോൾ വരാമെന്ന് പറയും. അന്നേരം പിന്നെ വരണ്ടി വരികയില്ല, വരണ്ടി പോലും ആവശ്യമില്ല. ഇവിടെ നടത്തുന്ന ബന്ധന പ്രാർത്ഥന വീട്ടിൽ ഫലിക്കും. ഞാനിവിടെ ഒരു കുടുംബം, അവരുടെ വീട്ടിലാണെങ്കിൽ ഭയങ്കര പൈശാചിക പീഡകൾ, രാത്രി കിടക്കുമ്പോൾ ഒച്ച കേൾക്കുന്നു, വീട് തള്ളി തുറക്കുന്നവർ തോന്നുന്നു. കേട്ടപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, ഇവിടുത്തെ മറ്റവസ്ഥകളെല്ലാം കൂടെ വെച്ച് നോക്കിയപ്പോൾ ഇതൊരു പൈശാചിക ബന്ധനത്തിന്റെ പീഡനങ്ങളാണെന്ന് മനസ്സിലായി. അതുപോലെ അരക്ഷിതാവസ്ഥ അവരുടെ വീട്ടിലുണ്ട്. ഞാനവർ പറഞ്ഞു, നിങ്ങൾ കുമ്പസാരിക്കണം, ധ്യാനം കൂടണം, കൗൺസിലിംഗ് എടുക്കണം എന്നെല്ലാം പറഞ്ഞു. ഇത് അവരോട് മാത്രമല്ല, എല്ലാവരോടും പറയുന്ന കാര്യം. എല്ലാവരും കേട്ടേച്ച് ഒരു പോക്ക് പോകുന്ന കാണാം. ചിലർ കുറച്ച് ചിലപ്പോൾ കൗൺസിലിംഗ് എടുക്കും, ചിലർ കുമ്പസാരിക്കും, അത് കഴിയും. പ്രിയമുള്ളവരെ, അവരിതെല്ലാം കൃത്യമായിട്ടെടുത്തു. എന്നാ സംഭവിച്ചു? ഇവിടെ പ്രാർത്ഥന നടത്തുമ്പോൾ തന്നെ വീട്ടിലെ ബന്ധനങ്ങളെല്ലാം തന്നെ അഴിഞ്ഞുപോയി. ദൈവിക വെളിച്ചം ആ ഭവനത്തിലേക്ക് വന്നു. അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. സ്ഥലവും വിറ്റു, കടബാധ്യതയും തീർന്നു, സമാധാനവും കിട്ടി, സന്തോഷവും കിട്ടി, എല്ലാം കിട്ടി. അപ്പൊ എന്താണ്? ഈ പാപവുമായിട്ടുള്ള ബന്ധം അങ്ങോട്ട് വേർപെടുത്തി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവാഹം കൂദാശയിലൂടെ മനുഷ്യനിലേക്ക് ഒഴുകി വരാൻ തുടങ്ങും. അതാരാണോ ഇത് മനസ്സിലാക്കി, ചിലരെല്ലാം വിചാരിക്കുന്നത് സ്വിച്ച് ഇടുമ്പോൾ ഈ സംഭവം നടക്കുമെന്ന, ഇങ്ങനെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കും, അപ്പൊ കാര്യം നടന്നു. ഇല്ല, കൂദാശയുടെ ശക്തി 24 മണിക്കൂറും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആത്മാർത്ഥമായി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആ കൂദാശകളെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നത് എപ്പോഴാണോ അപ്പോൾ നിങ്ങൾക്ക് അത് അനുഭവവേദ്യമാവും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ഇനി ഈ കൂദാശയുടെ ശക്തി, കുമ്പസാരത്തിന്റെ, മാമോദീസായുടെ, ഇനി വിവാഹം നോക്കിയേ. വിവാഹം എന്ന കൂദാശയിൽ പോലും ആര് കൂടെയുണ്ട്? യേശു വന്നിട്ടുണ്ട്. യേശുവിന്റെ ശക്തി നിങ്ങളുടെ വീട്ടിൽ അനുഭവപ്പെടുന്നുണ്ടോ? കല്യാണം കഴിപ്പിച്ചപ്പോൾ യേശുക്രിസ്തുവിന്റെ ശക്തി കൂദാശയിലൂടെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആ ശക്തി എന്തെല്ലാമാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? ഒരു പുരോഹിതൻ കല്യാണം കഴിപ്പിക്കുമ്പോൾ എന്നൊക്കെ പറയുന്നത്? ഇതാ ആകാശത്തു നിന്ന് പനിമിഞ്ഞ് അവരുടെ മേൽ തളിക്കട്ടെ,
ഉത്തമ സന്താനങ്ങളെ അവർക്ക് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ കല്യാണത്തിന് വിടുന്നത്. ഉത്തമ സന്താനങ്ങളെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞേച്ച് 10 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരും. വായിന്ന് വരുന്ന പ്രിയമുള്ള സഹിക്കുക. ഉത്തമ സന്താനങ്ങളെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം വാഗ്ദാനം കൊടുക്കുന്നത്. അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ ദൈവീയ അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, നല്ല വൃത്തിക്കും ഭംഗിക്കും കല്യാണം കഴിച്ചിട്ടുള്ള വരനും വധുവും ഭാര്യയും ഭർത്താവും ജീവിക്കാൻ തുടങ്ങുമ്പോൾ പ്രിയമുള്ളവർ നല്ല ഉത്തമ സന്താനങ്ങളെ ദൈവം കൊടുക്കും. അവരെ പഠിക്കാൻ പറ്റാൻ നല്ല ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കും. അവരുടെ ജീവിതത്തിൽ സ്വത്തിനോ സമ്പത്തിനോ ആവശ്യം വരുന്ന സമയത്ത് ദൈവം അവർക്ക് ജോലിയും കാര്യങ്ങളും തുറന്നു കൊടുക്കും. കൃപകളും അനുഗ്രഹങ്ങളും നൽകാൻ തുടങ്ങും. അങ്ങനെ കുടുംബത്തെ അനുഗ്രഹിക്കും. മാമോദീസ മുങ്ങിയവനാണോ അപകടങ്ങളിലും രോഗങ്ങളിൽ നിന്നും ആ മാമോദീസയുടെ മുദ്ര അവനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥമായി പശ്ചാത്തപിച്ച് പാപങ്ങളെക്കുറിച്ച് കുമ്പസാരിച്ച് കരയുന്നവനാണോ ആ പാപങ്ങൾ കഴുകപ്പെടുകയും വീണ്ടും അവന്റെ ജീവിതത്തിലേക്ക് ദൈവശക്തി ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നല്ല കുമ്പസാരവും പശ്ചാത്താപവും എടുത്ത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവനാണോ വിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോൾ തന്നെ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി അവന്റെ മേൽ ഇങ്ങനെ പ്രവഹിക്കാൻ തുടങ്ങും. അവന്റെ നെഞ്ചത്ത് അത് അനുഭവപ്പെടും. അവന്റെ കണ്ണുകളിൽ അത് ഫീൽ ചെയ്യാൻ തുടങ്ങും. അവന്റെ മനസ്സിനും ശരീരത്തിനും ആത്മാവിലും അത് വ്യക്തമായി അനുഭവപ്പെടാൻ തുടങ്ങും വിശുദ്ധ കുർബാനയുടെ ശക്തി. നമുക്കിത് വല്ലതും ഉണ്ടോ? അരകല്ലിന് കാറ്റ് പിടിച്ച പോലെ നമ്മൾ ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലായിക്കണം, എന്തോ ഒരു മറയുണ്ട്. ആ മറയ്ക്ക് പറയുന്ന പേരാണ് പാപം. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഏതെങ്കിലും ഒരു പാപം വഴി ഒരു മറയുണ്ടായി കഴിഞ്ഞാൽ കൂദാശയുടെ സുരക്ഷിതത്വവും ശക്തിയും നിങ്ങളിലേക്ക് വരികയില്ല എന്ന് മാത്രമല്ല, അപ്പുറത്തെ സൈഡിൽ കൊടുങ്കാറ്റ്, ഷേബാക്കാർ, കല്ലായക്കാർ, പിന്നെ ഇടിവെട്ട് എല്ലാം ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ മെച്ച ഏതാ? മാനം മര്യാദയായിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥനയും നടത്തി, വീട്ടിലെ പ്രാർത്ഥനകളും നടത്തി, നോമ്പ് ഉപവാസം എടുത്ത് മാനം മര്യാദയായിട്ടൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചാൽ ഈ ഭൂമി ജീവിച്ചു പോകാം. ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു സൈഡിൽ കൂടെ അപകട മരണം ഉണ്ടാകുമ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ ആക്സിഡന്റ് ഉണ്ടാകും. ഇപ്പുറത്തെ സൈഡിൽ എന്താണ് കൊച്ചിനസുഖം, അപ്പുറത്തെ സൈഡിൽ കൂടെ പിള്ളേരി എത്തു പോകുന്നു. മൊത്തം പ്രശ്നം. ഇതിന്റെ ഒന്നും ഉത്തരവാദിത്വം ദൈവത്തിന് ഏറ്റെടുക്കാൻ പറ്റുകയില്ല. കാരണം ഈ ഭൂമി ഒട്ടും സുരക്ഷിതമല്ല. സുരക്ഷിതമല്ലാത്ത ഈ ഭൂമിയിൽ ദൈവം ആകപ്പാടെ ഒരു സുരക്ഷിതത്വം നൽകിയതാണ് കാൽവറി. വേറൊരു മാർഗവുമില്ല. വേറൊരു അച്ഛനും ഒരു മെത്രാനും നിങ്ങൾക്കൊരു സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യാനാവില്ല. ക്രിസ്തുവിനപ്പുറത്ത്, ക്രിസ്തു നമുക്ക് നൽകുന്ന കൂദാശകൾക്കപ്പുറത്ത് ഒന്നും നിങ്ങൾക്ക് നൽകാനാവില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈ സഭ കൂദാശകളെ നിങ്ങൾക്ക് നൽകുന്ന ദേവാലയത്തിൽ ആരാധനകളും അതുപോലെ നോമ്പുമൊക്കെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? നിങ്ങളെ സുരക്ഷിത വലയത്തിൽ പിടിച്ചു നിർത്താനായിട്ടാണ്. അതുകൊണ്ട് ജീവിത പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന മക്കൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? അവർ കൂദാശയുടെയിലേക്ക് ഓടി വന്ന് അടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വേറൊരു മാർഗവുമില്ല. അപ്പൊ പിശാച് പല പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടാകാം. പേടിക്കണ്ട, കൂദാശയിലേക്ക് വരിക. എന്നാൽ വേറൊരു പ്രതിസന്ധി ഇതാണ്. കൂദാശയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വരാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ പ്രോപ്പറായിട്ട് ഈ കാര്യം നടക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ലെബനനിൽ പോയപ്പോൾ ഞങ്ങൾ ഏകദേശം 13-14 പേരുണ്ടായിരുന്നു. അതിനുശേഷം ഞാനൊരു ദിവസം ലേറ്റായിട്ടാണ് വന്നത്. അപ്പം ഞാൻ അന്ന് ഒരു വലിയ മലയുടെ മുകളിൽ ഒരു സന്യാസി ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയി, അതിനാണ് അവിടെ നിന്നത്. ആ സന്യാസി ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, അദ്ദേഹം ഒരു മലയുടെ മുകളിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് എപ്പോഴും ഇരിക്കുകയാണ്. തന്നെ ഇച്ചിരി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും, പിന്നെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ അങ്ങനെയുള്ള ഒരു വളരെ ത്യാഗ ജീവിതം. ഒരു കോട്ടുമോ നിലത്താണ് കിടക്കുന്നത്. നിലത്തൊരു പാവിരിച്ച് ആ നിലത്തിങ്ങനെ കിടക്കുകയാണ്. ചെല്ലുന്നവർക്കൊക്കെ എന്തെങ്കിലും ചെറിയ ഭക്ഷണ സാധനമൊക്കെ ഉണ്ടാക്കി തരും. അങ്ങനെ ജീവിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, സത്യത്തില് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നത് വലിയ മഹത്തായ കാര്യമാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, അതെനിക്ക് കിട്ടിയ ഒരു ദൈവകൃപയാണ്. കണ്ടോ, ആ വ്യക്തി കർത്താവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായപ്പോൾ ദൈവം അയാൾക്ക് കൊടുത്തൊരു കൃപയാണ്. എന്ത്? ഭക്ഷണം വേണ്ടെന്ന് വെച്ച് ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് മലയുടെ 24 മണിക്കൂറും പ്രാർത്ഥിച്ചിരിക്കാൻ കൊടുത്ത ഒരു കൃപയാണ്. ആ കൃപയിലാണ് ജീവിക്കുന്നത്.
ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഈ കൃപ ഇങ്ങോട്ട് വരും. കുമ്പസാരിക്കാനുള്ള കൃപ, വിശുദ്ധ കുർബാന വിശുദ്ധിയോടെ അനുഭവിക്കാനുള്ള കൃപ, അതുപോലെ പാപത്തിൽ ചെന്ന് പെടാതിരിക്കാനുള്ള കൃപ, പാപത്തോട് രഹസ്യബന്ധം പുലർത്താതിരിക്കാനുള്ള കൃപ, ഇതെല്ലാം നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഇനി പാപം നിങ്ങളുടെ ജീവിതത്തെ കയറി വിലങ്ങിയിട്ടുണ്ടെന്ന് വിചാരിച്ചോ, വിലങ്ങിയിട്ടുണ്ട്, എന്നാ സംഭവിക്കാൻ പോകുന്നറിയോ? നിങ്ങൾക്ക് കുമ്പസാരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, പക്ഷേ കുമ്പസാരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കും, പക്ഷെ കുമ്പസാരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്പം മനസ്സിലായിക്കോണം, നിങ്ങളുടെ വീട്ടിൽ ആരുണ്ട്? മുതുപിശാച് കയറിയിട്ടുണ്ട്. പാപം ചെയ്താൽ അപ്പോൾ തന്നെ പിശാച് വീട്ടിലേക്ക് കയറും, കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കും. നിങ്ങളുടെ അച്ചായൻ സന്ധ്യാപ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഞാനിപ്പം വന്നേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പറമ്പിലോട്ട് ഇറങ്ങി പോകുന്നുണ്ടോ, ഓർത്തോണം ഒരു മുതുപിശാച് നിങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. അച്ചായൻ പറഞ്ഞു, എടീ പ്രാർത്ഥിക്കാവടി എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഭാര്യ പറഞ്ഞു, ഈ പാത്രമെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. 3 മണിക്കൂർ കഴുകിയിട്ടും പാത്രത്തിന്റെ കഴുക്ക് തീരുന്നില്ല, ഭക്ഷണം ഉണ്ടാക്കി തീരുന്നില്ല. മനസ്സിലായിക്കോണം നമ്മുടെ പുള്ളിക്കാരത്തിയുടെ മേൽ എന്നാ ഉണ്ട്? ഒരു പിശാച് കയറിയിരിക്കും. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കാം എന്ന് പിള്ളേരെ വിളിച്ചു. ഉടനെ തന്നെ 5 മിനിറ്റിനുള്ളിൽ പിള്ളേർ തമ്മിൽ മുട്ടനടി. എന്തിനു വേണ്ടിയാ? പാമ്പാക്കട പുസ്തകത്തിന്റെ പേര് പറഞ്ഞു. പാമ്പാക്കട പുസ്തകത്തിന്റെ പുതിയ പാമ്പാക്കട പുസ്തകം ഞാൻ ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പിള്ളേർ തമ്മിൽ അടിപിടി കൂടി, ഒരെണ്ണം പിണങ്ങി, ഇതാ പ്രാർത്ഥിക്കുന്നില്ല. എന്ത് മനസ്സിലായിക്കോണം? നിങ്ങളുടെ വീട്ടിൽ ആരുണ്ട്? പിശാച് കയറിയിട്ടുണ്ട്. മനസ്സിലായിക്കോണം. ഈ ആഴ്ച നോമ്പെടുത്തേക്കാന്ന് പറഞ്ഞ് 50 നോമ്പെടുക്കാൻ തീരുമാനമെടുത്തു. എല്ലാ ദിവസവും ഉപവാസം തീരുമാനമെടുത്തു. ഇതാ 2ാമത്തെ ദിവസം തന്നെ ഒരു ഗസ്റ്റ് കയറി വന്നു. അപ്പൊ നമുക്കറിയാം, കഞ്ഞി എങ്ങനെയാ കൊടുക്കുന്നത്? മോശമല്ലേ? എന്നാ പിന്നെ അങ്ങോട്ട് ചെന്ന് ഒരു ഇറച്ചിക്കറി മേടിച്ചോണ്ട് പോരാന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് വന്നു. എന്താണ് ലക്ഷണം? പിശാച് നിങ്ങളുടെ വീട്ടിൽ കയറിയിട്ടുള്ളതിന്റെ ലക്ഷണമാണ്. ഇനി നിങ്ങൾ എല്ലാവരോടും കൂടി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരുന്നു. ഇതാ സിയോൻ സഞ്ചാരി എന്ന് പറഞ്ഞ് പാട്ടം കൊണ്ട് തുടങ്ങിയപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. കതവ് തുറന്നു നോക്കിയപ്പം ഇതാ നമുക്ക് വളരെ വേണ്ടപ്പെട്ട അയലോക്കത്തെ ഒരു ചേട്ടൻ കയറി വന്നു. ചേട്ടൻ കയറി വന്നേച്ച് പെട്ടെന്ന് ചോദിച്ചു, ചിന്നമ്മയ്ക്കാണോ അതോ പനിനീർശല്യത്തിനായിരിക്കുമോ നമുക്ക് തമിഴ്നാട്ടിലെ ഭരണം കിട്ടാൻ പോകുന്നത്? ഏതാ വർത്താനം പറയാൻ വന്ന? അപ്പം മനസ്സിലായിക്കോണം, ഇതാ നിങ്ങളുടെ വീട്ടിൽ. ഇനി അതല്ല നിങ്ങൾക്ക് പിടിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഉടനെ നിങ്ങളോ ഇനി ഇതൊന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യും? പള്ളി പൊളിറ്റിക്സും പറഞ്ഞുകൊണ്ട് വരും. അങ്ങനെയുള്ളവരെയും വീട്ടിൽ കയറ്റരുത്. എല്ലാം പിശാച. നിങ്ങളുടെ പ്രാർത്ഥനയെയും നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തെയും നിങ്ങളുടെ നോമ്പിനെയും നിങ്ങളുടെ ഉപവാസത്തെയും ഇതാ ഹനിക്കുന്ന ഏതെങ്കിലും ഒരു സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ, അപ്പോൾ തടയിട്ടോണം, അപ്പോൾ ഒഴിവാക്കിക്കോണം. ഇല്ലെങ്കിൽ അന്നേരം ഒരു ഫോൺ കോൾ വരും. ഏതാണ്? മൊബൈൽ ഫോൺ ഫ്രീ അല്ലേ? ഒരെണ്ണം അങ്ങോട്ട് വരും. എന്താ വരുന്നത്? ഹലോ, നിങ്ങളുടെ കൊച്ചിന് എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ റിസൾട്ട്? അവൻ നന്നായിട്ട് പഠിക്കുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് 1.5 മണിക്കൂർ പോയി. നമുക്ക് ഓർക്കണം, സന്ധ്യ സമയത്ത് 7 മണിക്ക് ഒരു കോള് വന്ന് 1.5 മണിക്കൂർ പോയാൽ 8:30 അപ്പൊ തന്നെ നമ്മുടെ പിള്ളേർ തൂങ്ങും, ഉറങ്ങിപ്പോവും. അന്നത്തെ സന്ധ്യാപ്രാർത്ഥന ഉണ്ടാകും. അതുകൊണ്ട് ഇതാ സുരക്ഷിതമായി ജീവിക്കണമോ, നമ്മൾ ചില കാര്യങ്ങൾ റെസ്ട്രിക്ഷൻ ഉണ്ടാകണം. നമ്മൾ മൊബൈൽ ഫോൺ സന്ധ്യ ആകുമ്പോഴത്തേന് എന്ത് ചെയ്യണം? ഒന്നുകിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ നേരത്തിന് മാറ്റിവെക്കണം. പിള്ളേര് പഠിക്കട്ടെ, സന്ധ്യാപ്രാർത്ഥന നടക്കട്ടെ, അടുക്കളയിലെ ജോലി നടക്കട്ടെ, നിങ്ങൾ കുറെ നേരത്തേന് ഇതെല്ലാം ഒന്ന് മാറ്റിവെക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന് കൂദാശയിലൂടെ ഇറങ്ങി വന്ന ഒരു യേശു ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അവനെ നമ്മൾ അവഗണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ ഇത് സ്ഥിരതാമസക്കാരനാക്കാൻ വന്നിരിക്കുന്ന, നമ്മളിലേക്ക് ശക്തി പ്രവഹിപ്പിക്കുന്ന ക്രിസ്തു നമ്മുടെ വീട്ടിൽ അവഗണിക്കപ്പെടുന്നുണ്ട് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഇതാ മാന്യമായി ആദരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം. നിങ്ങളുടെ വീട്ടിലുണ്ട് ക്രിസ്തു, യേശു ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ. ഒരു കുമ്പസാരം കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുമ്പോൾ നല്ല യഥാർത്ഥ കുമ്പസാരമാണോ? നിങ്ങളുടെ കൂടെ യേശു ഉണ്ട്. യേശു ഉണ്ടെന്നുള്ളതിന്റെ ലക്ഷണമാണ് ആരെങ്കിലും നിങ്ങളെ ആക്രമിക്കും, അതേ പാപം തന്നെ ജയിക്കാൻ പ്രേരിപ്പിക്കും, അതേ പാപം തന്നെ ചെയ്യാൻ പ്രേരിപ്പിക്കും. അപ്പൊ പ്രിയമുള്ളവരെ, പാപം ഉള്ളിൽ കയറിയതിന്റെ ഒന്നാമത്തെ ലക്ഷണം ദൈവ സാന്നിധ്യം നമുക്ക് ദുസ്സഹമായി അനുഭവപ്പെടും. പ്രാർത്ഥിക്കാൻ തോന്നുകയില്ല, പള്ളിയിൽ പോകാൻ തോന്നുകയില്ല. അങ്ങനെയുള്ള അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറാൻ തുടങ്ങും. രണ്ടാമത്തെ ലക്ഷണം എന്താണെന്നറിയോ പ്രിയമുള്ളവരെ? പിശാച് വീട്ടിൽ കയറിയതിന്റെ ലക്ഷണം എപ്പോഴും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുറിപ്പെടുത്തും.
നമ്മളൊരു വാക്ക് പറഞ്ഞു, മറ്റേ ആൾക്ക് അത് ഹർട്ട് ചെയ്യപ്പെട്ടു. ഭർത്താവ് ഒരു വാക്ക് പറഞ്ഞു, ഭാര്യയുടെ നെഞ്ചത്ത് കയറിയത് അറിയാതെ, ചുമ്മാ കയറിയതാ, വെറുതെ പറഞ്ഞതാ. ഭാര്യ ഒരു വാക്ക് പറഞ്ഞു, ഭർത്താവിന്റെ നെഞ്ചത്ത് കയറി. അതുകൊണ്ട് ഇനി 1 വർഷത്തിന് പ്രാർത്ഥിക്കുന്നില്ല തീരുമാനിച്ചു. ചില സ്പീഡ് കുറച്ച് പ്രാർത്ഥിക്കതിയാനെ എന്ന് പറഞ്ഞു. എന്നാ നീ തന്നെ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല. നല്ല ഒച്ചയുള്ള ഒരുത്തനെ നീ ഇവിടെ പോയി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ആ പുള്ളി ഇറങ്ങി അങ്ങ് പോകും. അതോടുകൂടി പ്രാർത്ഥന ചെയ്യും. ഒരു വ്യക്തിയുടെ വാക്ക് മറ്റൊരു വ്യക്തിയെ ഹർട്ട് ചെയ്യുന്നു. എന്താണ്? പിശാച് വീട്ടിൽ കയറിയതിന്റെ ലക്ഷണമാണ്. നിങ്ങളുടെ വാക്കുകളിൽ പൈശാചികമായ മൂർച്ചകൾ കടന്നു വരുന്നത് പൈശാചിക ബന്ധനത്തിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വാക്കുകളിൽ ദൈവസ്നേഹം നിറയ്ക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. വാക്കുകളിൽ ദൈവസ്നേഹം നിറയ്ക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എങ്കിൽ മാത്രമേ ഈ അഭിഷേകം കിട്ടത്തുള്ളൂ. അതിനായി പ്രാർത്ഥിക്കാം. അപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്താനും പഴിചാരാനും തുടങ്ങും. 3-ാമത്തെ ലക്ഷണം, പ്രിയമുള്ളവരെ, തങ്ങൾ ഒളിച്ചിരിക്കാൻ തോന്നും. എന്ന് പറഞ്ഞാൽ കുമ്പസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കുമ്പസാരിക്കാനായിട്ട് എല്ലാം റെഡിയായി, ദൈവം അതിനുള്ള കൃപയും നൽകി പള്ളി വന്നു നോക്കുമ്പോഴാണ്, അയ്യോ ഇത് നമ്മുടെ ഭർത്താവുമായിട്ടും വീട്ടുകാരുമായിട്ടും നല്ല പരിചയമുള്ള അച്ഛനാ, അതുകൊണ്ട് ഇന്ന് കുമ്പസാരിക്കുന്നില്ല. ആ പുരോഹിതനെ നമ്മൾ അംഗീകരിച്ചിട്ട് നമ്മുടെ ബാബ ഏറ്റു പറഞ്ഞാൽ മതി. നമ്മൾ അന്നേരം തീരുമാനിച്ചു ഇനി കുമ്പസാരിക്കുന്നില്ല. പരിചയമുള്ള അച്ഛനാ, കുമ്പസാരിക്കുന്നില്ല. നമ്മുടെ കുമ്പസാരിക്കാനുള്ള കൃപ അടഞ്ഞുപോയി. തങ്ങൾ നഗ്നരായതുകൊണ്ട് ഒളിച്ചിരുന്നു. പിന്നെ നമ്മളിത് തീരുമാനം എടുത്തിരിക്കുകയാണ്, നല്ലൊരു കുമ്പസാരം എടുക്കണം. ഇനി എന്നാ? ഒരു പരിചയവും ഇല്ലാത്ത ഒരച്ഛനെ എവിടെയെങ്കിലും കിട്ടും. എങ്ങനെയാണ്? അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ ആദ്യമേ പരിചയപ്പെട്ട് കഴിയുമ്പോൾ പരിചയമായിപ്പോയി, ഇനി കുമ്പസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചില ആളുകൾ ആദ്യം വരുമ്പോഴേ ചോദിക്കുന്നത്, അച്ഛന് ചെവി കേൾക്കാവോ? ചെവി കേൾക്കാം, എന്നാ കുമ്പസാരിക്കുന്നില്ല. നമ്മുടെ പല ആളുകളും ചെവി കേൾക്കാൻ മേലാത്ത അച്ഛന്മാരെ അന്വേഷിച്ച് നടക്കുന്ന കാണാം കുമ്പസാരിക്കാനായിട്ട്. അതുകൊണ്ട് പല അച്ഛന്മാർക്ക് അടുത്ത കാലത്ത് ഞാനൊരു കുമ്പസാര ഗുരുവിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി, അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച ഒരു അച്ഛനെ കണ്ടുപിടിച്ചു. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നെ കൊണ്ട് സാധിക്കില്ല കുമ്പസാരിക്കാൻ. ഞാൻ പറഞ്ഞു, അതെന്നാ? എനിക്ക് ചെവി കേൾക്കാൻ മേല അച്ഛനെ, ചെവിക്ക് കേൾപ്പുറമുണ്ട്. അപ്പൊ ചെവി കേൾക്കാൻ മേലാത്ത അച്ഛന്മാർ കുമ്പസാരിപ്പിക്കുന്നിടത്ത് നിങ്ങൾ പോയിട്ട് കാര്യമില്ല. ഇനി തങ്ങൾ നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു, അവർ ഒളിച്ചിരുന്നു. ഇതുപോലെ ഹൃദയത്തിലെ പാപങ്ങൾ ചെറുതാണെങ്കിൽ പോലും ഒരു നീരസം വന്നു, ഒരു വെറുപ്പ് വന്നു, ഒരു ചെറിയ മുറിപ്പെടുത്തുന്ന വാക്ക് പറഞ്ഞു, നിങ്ങൾ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യണം? അപ്പോഴേ കുമ്പസാരിക്കണം. അപ്പോൾ ആ ദൈവിക ശക്തി കുമ്പസാരം എന്ന കൂദാശിയിലൂടെ പുരോഹിതന്റെ കൈ വഴി നിങ്ങളിലേക്ക് ഒഴുകും. അപ്പോൾ ആ വരപ്രസാദം വന്ന് നിറയുമ്പോൾ പിശാചിന് നിങ്ങളുടെ ആത്മാവിനെ തൊടാൻ പറ്റിയല്ല. നിങ്ങളുടെ ആത്മാവിനെ തൊടാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളുടെ ആത്മാവ് എവിടെയെല്ലാം വ്യാപരിക്കുന്നു, നിങ്ങളുടെ ആത്മാവിന്റെ സുരക്ഷിതത്വ വലയം എവിടെയൊക്കെയാണോ, സ്വത്ത്, സമ്പത്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുമ്പസാരിച്ചാൽ മതി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് സുരക്ഷിതരായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെറിയ ഒരു പനി വരാൻ പോകാന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് അപ്പോഴേ മനസ്സിലാവും നിങ്ങളൊരു ആത്മാവിൽ നല്ല കൃപയുള്ളവരാന്ന് വിചാരിച്ചു. കുമ്പസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവവുമായിട്ട് നല്ല ബന്ധത്തിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പിള്ളേർക്ക് ഒരു രാത്രിയിൽ ഉറക്കം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം തിരിച്ചറിയാൻ പറ്റും, നിങ്ങൾക്ക് അസ്വസ്ഥത വരും. നിങ്ങളുടെ പിള്ളേർ വഴിതെറ്റിപ്പോകാൻ വിചാരിച്ചു, അപ്പം നിങ്ങളുടെ തലയ്ക്കകത്ത് ഒരു തോന്നൽ വരും. അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള മാർഗം ദൈവം നമുക്ക് കാണിച്ചു തരും. ഏതെങ്കിലും വിധത്തിൽ ദൈവം ആ കാര്യം നമുക്ക് പ്രത്യേക രീതിയിൽ വെളിപ്പെടുത്തി തരും. അപകടത്തിൽ നമ്മളെ സംരക്ഷിക്കും. ഇനി പ്രിയമുള്ളവരെ, അടുത്തത് തങ്ങൾ നഗ്നരാണെന്ന് അടിമപ്പെട്ടു. എന്താണ് നഗ്നത? ഒളിച്ചു വെക്കാനുള്ള പ്രവണത. അതുകൊണ്ട് ഭാര്യ എല്ലാ കാര്യവും ഭർത്താവിനോട് തുറന്നു പറയാൻ മടിക്കും. ഭർത്താവ് എല്ലാ കാര്യവും ഭാര്യയോട് തുറന്നു പറയാൻ മടിക്കും. ഭർത്താവും ഭാര്യയും എല്ലാ കാര്യവും ദൈവദരിസന്നിധിയിൽ പുരോഹിതനോട് തുറന്നു പറയാൻ മടിക്കും. അങ്ങനെ അതെന്തിന്റെ ലക്ഷണ? പാപം ഉള്ളിൽ കയറി, പിശാച് വീട്ടിൽ കയറി ഭരണം നടന്ന ലക്ഷണമാണ്. ഹൃദയം തുറന്ന് കുമ്പസാരിക്കാൻ പറ്റാത്ത അവസ്ഥ അനേകം ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെയാണ്. ഇനി അടുത്ത ലക്ഷണം എന്താണ്? പ്രിയമുള്ളവരെ, ദൈവം ആദാമിനെ ഹവ്വായും വിളിച്ചു. ആദം, ആ വിളിയോട് അടുത്തിയല്ല ഓടിച്ചെല്ലാൻ അവന് സാധിക്കുന്നില്ല. ദൈവം പല ദൈവവിളികളും നൽകിയാൽ ആ വിളികള് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ സംജാതമാകും. ഇതൊരു പ്രശ്നമാണ്. ദൈവം നമുക്ക് പലതരത്തിലുള്ള ദൈവിക വിളികൾ നൽകുന്നുണ്ടാകാം. ആ വിളി നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ സംജാതമാകും. ഓരോരുത്തർക്കും ഓരോ വിളിയാണ്. ചിലർക്ക് കുടുംബജീവൻ നയിക്കാൻ,
ചിലർക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ, ചിലർക്ക് നേഴ്സിംഗ് ശുശ്രൂഷ ചെയ്യാൻ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിളി കിട്ടും. പരിശുദ്ധാത്മാവാണ് ആ വിളി നൽകുന്നത്. ആ വിളിയോട് നമുക്ക് പ്രത്യുത്തരം നൽകാൻ പറ്റാത്ത അവസ്ഥ. നീ അടുത്തതോ? ഇതെല്ലാം കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, ഇനി നിനക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. നീ പാപത്തിലാണ്. പാപത്തിലായ സംഭവിക്കാൻ പോകുന്നത് നീ വേർക്കേണ്ടി വരും. പുരുഷനോട് പറഞ്ഞു, നീ വേർക്കേണ്ടി വരും. ഇത്രയും നാളും നീ ഒരു ചെറിയ ബിസിനസ് നടത്തുന്നു. ദൈവത്തിന്റെ കൃപ കൊണ്ടും അനുഗ്രഹം കൊണ്ടും ചെറിയ ബിസിനസ് ആണെങ്കിലും അത്യാവശ്യത്തിന് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നു. ഒരു 10,000 രൂപയും മാസം വരുമാനമുള്ളൂ. പക്ഷെ ആ 10,000 കൊണ്ട് 25,000 രൂപയുടെ കാര്യങ്ങൾ നടന്നു പോകും. കൊച്ചിനെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്, പാലിന്റെ കാശ് കൊടുക്കാൻ പറ്റുന്നുണ്ട്, പത്രത്തിന്റെ കാശ് കൊടുക്കാൻ പറ്റുന്നുണ്ട്, എന്തിനേറെ ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്നുണ്ട്, അത്യാവശ്യം സംഭാവന കൊടുക്കാൻ പറ്റുന്നുണ്ട്, പള്ളി നേർച്ചയിടാൻ കിട്ടുന്നുണ്ട്. എല്ലാം കാര്യങ്ങളും ഓക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. കൃപയുടെ ലക്ഷണം. ഇനി ദൈവകൃപ അങ്ങോട്ട് പോയാൽ 2.5 ലക്ഷം രൂപ വരുമാനമുണ്ട്, കയ്യിലോട്ട് കിട്ടുന്നു, എവിടോട്ട് പോകുന്നെന്ന് അറിയുന്നില്ല. അപ്പം മനസ്സിലായിക്കോണം, ഇതാ നിങ്ങളുടെ സ്ഥാപനവും നിങ്ങളും പിശാചിന്റെ പിടിയിലായതിന്റെ ലക്ഷണമാണ്. എങ്ങോട്ട് പോകുന്നു അറിയില്ല. അതുകൊണ്ട് നീ വേർക്കേണ്ടി വരും. നീ അധ്വാനിക്ക് ഒത്തിരി കിടന്ന് റിസൾട്ട് ഇല്ല, നീ വേർക്കേണ്ടി വരും. മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ വീട്, നിങ്ങളുടെ സ്ഥാപനം, നിങ്ങളുടെ ജീവിതം പിശാചിന്റെ പിടിയിലാണ്. ഇനി സ്ത്രീയോട് പറഞ്ഞു, മക്കളെ കൊണ്ട് നീ കരയേണ്ടി വരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇതാ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം മക്കളെ കൊണ്ട് ദുഃഖിക്കേണ്ടി വരും. ഇതാ മക്കളുണ്ടായി, കല്യാണം കഴിച്ചു, മക്കളുണ്ടായി കഴിഞ്ഞാൽ പിഴകെട്ട് നടക്കുകയാണ്. എന്നാ കാര്യം എന്നറിയാൻ മേല. അവസാനം കൗൺസിലിംഗ് ചെയ്ത് വരുമ്പോഴാണ് അറിയുന്നത് അപ്പനും അമ്മയും പ്രേമിച്ച് കെട്ടിയതാണ്. അന്ന് കയറിയ പിശാച് അവിടെ ഇരിക്കും, അവിടെ ഇരുന്ന് വാഴുക. കാര്യം അച്ഛൻ കിളിലോപീതയൊക്കെ ചെല്ലി മാതാപിതാക്കന്മാർ അറിഞ്ഞ് പ്രായിക്കട്ടെ, നീ മുടിഞ്ഞു പോകത്തേ ഉള്ളടി, നീ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ, ഞങ്ങളെ നീ നോക്കിയില്ലല്ലോ, ഞാനല്ലേ നിന്നെ പ്രസവിച്ചത്. അപ്പം പറയും എന്റെ കാശ് കൊണ്ടല്ലേ നീ തന്നത്. എല്ലാം പറഞ്ഞിട്ട് പറയും ഞാൻ ചാടിപ്പോകും എന്ന് പറഞ്ഞു. എന്നാ മുടിയാനായിട്ട് നാണക്കടലോ എന്നുള്ളത് സമ്മതിക്കും. ഓർക്കണം, അവരുടെ കണ്ണുനീരും അവരുടെ നിലവിളിയും നിന്റെ തലയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞേച്ച് ഫോട്ടോ എടുക്കാൻ വരുമ്പം അമ്മ ചിരിച്ചോണ്ട് നിൽക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അച്ഛനും ചിരിച്ചോണ്ട് നിൽക്കും, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓർത്ത് എല്ലാം ഓക്കെയാന്ന്. ഇതാ ഓക്കെ അല്ല. നിനക്ക് മക്കളുണ്ടാകുന്ന കാലത്ത് നിന്റെ മക്കളുടെ മേൽ ഒരു തിന്മയുടെ അരൂപി വന്ന് കയറും. ഏതാണ്? വ്യഭിചാര ദുർഭൂതം നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ കയറും. ഇതാ ഒരു സ്ഥലത്തുനിന്ന് നമ്മളുണ്ട്, ഹോസ്റ്റലിൽ നിന്ന് അതിനെ കഴുത്തിന് പിടിച്ചിറക്കി നമ്മൾ കൊണ്ടുവന്നു. പറഞ്ഞു നീ ഇനി വീട്ടിൽ പഠിച്ചാൽ മതി. അങ്ങനെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അപ്പുറത്തൂടെ ഒരുത്തൻ തെങ്ങ കയറുകയായിരുന്നു. തെങ്ങ കയറുന്നവനുമായിട്ട് മേളിൽ നിന്ന് കോർത്ത് ലൈനായി. അപ്പോഴാണ് ഇനിയും പറയും നീ തെങ്ങയിലോട്ട് നോക്കരുത്, മുറിക്കകത്തിരുന്നാൽ മതി. അപ്പോഴാണ് അവൾ ഫേസ്ബുക്കിൽ ഒരെണ്ണം അടിച്ചു. അങ്ങനെ എന്താണ്? ഫേസ്ബുക്ക് വഴി ലൈനായി. കണ്ടിട്ടില്ലേ ചില പെൺപിള്ളേര്? എന്താണെന്നറിയോ? മുതുപിശാച് കയറിയിരിക്കുന്നതാണ്. അങ്ങനെ ആയിരിക്കുമ്പോഴായിരിക്കും എന്താ കൗൺസിലിംഗിന് ഉണ്ടായേക്കാന്ന് പറഞ്ഞുകൊണ്ട് കൗൺസിലിംഗിന് കൊണ്ടുപോയി. അപ്പോഴാണ് കൗൺസിലറുമായിട്ട് പ്രേമമായി. ഇതൊരു സാധനമുണ്ട് പ്രിയമുള്ളവർ. ഇങ്ങനത്തെ സാധനത്തിന്റെ മേലെ എന്നാ കയറിയിരിക്കുന്നറിയോ? ഹോസിയ 5:4 വ്യഭിചാര ദുർഭൂതം കുഞ്ഞുങ്ങളുടെ മേൽ ആവസിച്ചു കഴിഞ്ഞാൽ ഏത് അച്ഛൻ പറഞ്ഞാലും ഏത് കൗൺസിലർ പറഞ്ഞാലും ഈ പിള്ളേർ ഇത്തരം പ്രേമബന്ധങ്ങളിൽ നിന്ന് പുറത്തു വരില്ല. അവരൊരു ഭ്രാന്തരെ പോലെ മാനസിക രോഗിയെ പോലെ ഇത്തരം തിന്മയിലേക്ക് ചെന്ന് എടുത്തിയാടുന്ന കാണാൻ സാധിക്കും. എന്താണെന്നറിയോ? മാതാപിതാക്കന്മാരുടെ പാപം അവിടെ കിടന്ന് ആ അരൂപി, ആ തിന്മ, ആ സ്വാധീനം മക്കളിലേക്ക് വ്യാപിക്കും. അതുകൊണ്ട് ആരും അറിഞ്ഞില്ല, ആരും കേട്ടില്ല, ആരും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയമുള്ളവരെ. സംഗതി വലിയ പ്രശ്നവും പ്രതിസന്ധിയാവും. നമ്മുടെ ജീവിതം സുരക്ഷിതമാകണമെങ്കിൽ ഇതാ കൂദാശയുടെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവഹിക്കണം. ആ ശക്തി നിങ്ങൾക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സകല പാപങ്ങളും, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, വൈരാഗ്യത്തിന്റെ, അഹങ്കാരത്തിന്റെ, സ്വാർത്ഥതയുടെ, മ്ലേച്ഛതയുടെ, അവിഹിത ബന്ധങ്ങളുടെ, മദ്യപാനത്തിന്റെ, വെറിക്കൂത്തിന്റെ, കൈക്കൂലിയുടെ കെട്ടുകളിൽ നിന്ന്, അന്യായമായ സ്വത്ത് സമ്പാദിക്കലിന്റെ കെട്ടുകളിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. വേറൊരു മാർഗവുമില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താനായിട്ട് തീരുമാനിക്കാം.